ഹലോ അമ്മുക്കുട്ടി, ഗുഡ് മോർണിംഗ്. രാവിലെ എന്താണ് കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടിരിക്കുന്നത്? ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനുള്ളതാണ് സ്കൂളിലല്ലേ? ഇന്ന് അമ്മുക്കുട്ടിയുടെ സാലഡ് ഡേ ആണ്. അപ്പോൾ ഓരോ കുട്ടികളും ഫ്രൂട്ട്സ്, ബൗള്, സ്പൂണ് അങ്ങനെയൊക്കെ കൊണ്ടുപോകണം കേട്ടോ. ഒരു ഗ്രൂപ്പിൽ 6 പേരാണ്. 6 പേര് ഇങ്ങനെ ഇന്ന സാധനം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടി ഇന്ന് കൊണ്ടുവന്ന് എന്തൊക്കെയാണെന്നറിയാവോ? സ്ട്രോബെറീസ്, പിന്നെ പഴം, പിന്നെ ഓറഞ്ച്. ഇതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? എന്നാ കട്ട് ചെയ്ത് തുടങ്ങിക്കോ അമ്മു. അമ്മു ആദ്യം നേരെ കട്ട് ചെയ്യേ, ഇങ്ങനെ കട്ട് ചെയ്യേ. ഇനി ഒന്നും കൂടെ ഇങ്ങനെ കട്ട് ചെയ്യേ. സൂക്ഷിച്ച് കഴിക്കാം. അമ്മുന് ഈ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അമ്മുനെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിക്കുന്നത്. കാരണം അമ്മുന് എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തരുന്ന അമ്മുവാണ്. ഇനി അതിനെ തിരിച്ച് വെക്കുക. എന്നിട്ട് സ്ക്വയർ പോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യും. അങ്ങനെ യെസ്, അങ്ങനെ അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തോ. ഇത് ശരിക്കും ഇല്ല ഗൈസ്, ഇത് നിറച്ച് സ്ട്രോബെറി ആയിരുന്നു കേട്ടോ. വലിയ സ്ട്രോബെറി ഒക്കെ. ഇവിടെ കുറെ സ്ട്രോബെറി കൊതിയന്മാരുണ്ട്, ഭയങ്കര സ്ട്രോബെറി കൊതിയന്മാരാ. അടിച്ചു മാറ്റി മൊത്തം കഴിച്ചു ഗൈസ്. അല്ലേ അമ്മു? അമ്മു ഒരു സ്ട്രോബെറി എടുത്തു. അപ്പൊ തന്നെ അതിനകത്ത് വലിയ സ്ട്രോബെറി തീർന്ന ഗൈസ്. പിന്നെ കണ്ടില്ലേ കുഞ്ഞുണ്ടാപ്പിക് സ്ട്രോബെറീസ് അല്ല. അമ്മൂന് അമ്മ ഇതിങ്ങനെ പൊളിച്ചു വെച്ച് തരട്ടെ, ഇതിന്റെ ഈ തൊപ്പി, ഗ്രീൻ തൊപ്പി. തൊപ്പി പൊളിച്ചു തരട്ടെ. അമ്മു എടുത്തു കേട്ടോ. ഞാൻ അപ്പഴത്തേക്കിന് അമ്മൂന് തൊപ്പി പൊളിച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെ സ്ട്രോബെറീസിന്റെ തൊപ്പിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരാൾ റെഡി ആവാൻ പോകുന്നേ ഉള്ളു ഗൈസ്. എന്നാ വേഗം ആട്ടെ. അത് ഫുള്ള് വേണം ശരിക്കും. എല്ലാവർക്കും കഴിക്കണ്ടേ മോനെ? അതെനിക്ക് അറിയത്തില്ല. അമ്മ എന്തായാലും അങ്ങനെ നമ്മൾ സ്ട്രോബെറി കട്ട് ചെയ്ത് ഗൈസ്. ഇത് കണ്ടോ, ഞങ്ങൾ 3 ബൗൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വലിയ ബൗളാണ് കേട്ടോ. ഇതിൽ വേണം സാലഡ് മിക്സ് ചെയ്യാനായിട്ട് സ്കൂളിൽ ചെന്നിട്ട്. ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിൽ ഇങ്ങനെ കൊടുത്തു വിടണം. പെട്ടെന്ന് സമയം പോയി. വേഗം. യെസ്, അങ്ങനെ നമ്മൾ വിജയകരമായി സ്ട്രോബെറി കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബനാന. ഇനി പഴം പൊളിച്ച് കട്ട് ചെയ്യണം. പെട്ടെന്ന്. അത് കൊള്ളാലോടാ മുക്കിട്ട. പെട്ടെന്ന് സ്പീഡില് നേരെ അങ്ങ് കട്ട്. മറ്റേ സ്ട്രോബെറി കട്ട് ചെയ്ത് അമ്മൂന് എളുപ്പത്തിന് വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. ചെറിയ ഇനി അങ്ങനെ അമ്മ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോക്കോ. അങ്ങനല്ല അമ്മു, ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യും. കൈ തുടക്കണമെങ്കിൽ ഇത് തുടച്ചോ. എന്നാ അങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ വലിച്ച് കേട്ടത് സിമ്പിൾ ഇങ്ങനെ ബനാനയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക്? ഓറഞ്ച്. ഓക്കെ, ദിസ് ഈസ് ഓറഞ്ച്. ഓറഞ്ച് ആദ്യം പൊളിക്കാം. അങ്ങനെ കട്ട് ചെയ്തോ, കുറച്ച് ചെറുതാക്കി.
ചെറുതാക്ക്. പറഞ്ഞ് പരീക്ഷ കേട്ടോ. പാറു പഠിച്ചിട്ടൊന്നുമില്ല. ഇതെന്ത് ബിസ്ക്കറ്റ് എവിടെ ഇടണ്ടേ? ഇത്രണ്ണം വെച്ചിടണോ? ഗൈസ് വെട്ടി ഞാനല്ലേ ശരിക്കും ഇത് ഫുള്ള് ഇത് അമ്മൂനെ ഞാൻ ഹെൽപ്പ് ചെയ്തു ഗൈസ്, കാരണം സമയമില്ലായിരുന്നു ഗൈസ്, സ്കൂളിൽ പോകാനുള്ള നേരമായി. സൂക്ഷിച്ച് നോക്കി, ഇങ്ങോട്ട് നോക്കി. പറഞ്ഞൊരു കാര്യമുണ്ടോ? സമയമുണ്ടോ? ഇവിടെ പടം അടയ്ക്ക്. അങ്ങനെ നമ്മൾ എല്ലാം വിജയകരമായി കട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇനി ഇതെല്ലാം നമ്മൾ കൊണ്ടുപോവുകയാണ് ഗൈസ്. പാത്രം എടുക്കുക, ബാഗ് എടുക്കടാ, ബാഗ് എടുക്ക. സ്കൂളിൽ നിന്ന് പൊക്കോ, ബാഗെല്ലാം എടുത്തോ, അമ്മൂൻ്റെ ബാഗ് എടുത്തോ. അങ്ങനെ അമ്മുക്കുട്ടി ഇതേ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ പോയ വഴി ഇന്നലെ താലം ഉണ്ടായിരുന്നു നമ്മുടെ വീടിനടുത്ത്. അവിടുന്ന് ദേ ഈ വീണ കളർ പേപ്പറൊക്കെ ഇങ്ങനെ പറത്തി കളിച്ചിട്ടാണ് ഗൈസ് പോയത്. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിയുടെ ലഞ്ച് ബാഗ് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഓടിപ്പോയി ലഞ്ച് ബാഗൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ദേ അവർ ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോവാണ്. ഇത്രയേ ഉള്ളൂ. ടാറ്റാ. വായിച്ചു നോക്കണേ.